ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ അല്ല കേട്ടോ, ഒരു ഡെക്കറേഷൻ വീഡിയോ കാണിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ ആ ഡെക്കറേഷൻ വീഡിയോ കാണിക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കേക്ക് കണ്ടാൽ മനസ്സിലായിരിക്കും എന്താ സംഭവിച്ചതെന്നുള്ളതല്ലേ. ഇതെന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറയാം. അതിൻ്റെ മുന്നേ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കിയതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ബാക്കി സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. 1 kg ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ടോൾ കേക്കായിട്ട് ഹൈറ്റുള്ള കേക്കായിട്ട് വേണം എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ ഉണ്ടായിരുന്നു. അത് ബ്രെഡ് ടൂബിക്ക് വേണ്ടിയിട്ടുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ 6 ഇഞ്ചിൻ്റെ 2 പാനിലായിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നോർമൽ 1 kg ചെയ്യുന്ന അതേ അളവിൽ ഞാൻ 2 പാനിലായിട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതാ ഇതുപോലെ 4 ലെയറാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി 1.5 kg ബോർഡുമിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്രീം ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്തിടുന്ന പോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 6 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റിൽ കിട്ടുമല്ലോ. പിന്നെ അവർക്ക് ബ്രെഡ് ടൂബിയുടെ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് മുകളിൽ ഗോൾഡൻ ഡസ്റ്റ്, ആ ഗോൾഡൻ കവറും താഴെ വൈറ്റും ആണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ കേക്കിൽ ഞാൻ ഫസ്റ്റ് ലെയർ ക്രീം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അന്ന് തന്നെ എനിക്കൊരു ചോക്ലേറ്റ് ട്രഫിളിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽക്ക് ചെയ്തിരുന്ന ക്രീം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് ട്രഫിളിൻ്റെ ക്രീം അറിയാമല്ലോ, ചോക്ലേറ്റ് മിക്സ് ആക്കിയിട്ടുള്ള. അപ്പോൾ ആ ഒരു ക്രീമാണ് ഞാനിതിൽ ഫസ്റ്റ് 2 ലെയറിൽ കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ഇതിലൂടെ ഒന്ന് മിക്സ് ആക്കിയതാണ്. അപ്പം ആ ഒരു ക്രീമാണ് കേട്ടോ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ചെറിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ 4 ലെയറും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കേക്ക് നമുക്ക് പിറ്റത്തെ ദിവസമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മളന്ന് എയർ ബ്രഷ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ ആ എയർ ബ്രഷ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അന്ന് എനിക്ക് ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ജെൽ കളർ വെച്ചിട്ട് ചെയ്തതാണ് എനിക്ക് കുറച്ച് പണി പാളിയത്. അതിന് ശേഷം പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എടുത്തു നോക്കാമെന്ന് കരുതും. പിന്നെ എനിക്ക് ഓർഡർ വരുമ്പോൾ എടുത്താൽ മതിയല്ലോ എന്നുള്ളതിൽ ഞാൻ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെച്ച് പിന്നെ ഇപ്പോൾ ഈ ഒരു ഓർഡർ വന്നപ്പോഴാണ് ഞാൻ ആ ഒരു ഹെയർ ബ്രഷിൻ്റെ കാര്യം തന്നെ ഓർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ക്രം കോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഒരു സെക്കൻഡ് കോട്ട് കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ താഴെ ഫസ്റ്റ് വൈറ്റ് ക്രീം കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ യെല്ലോ ക്രീമാണ് കേട്ടോ കൊടുക്കുന്നത്. വൈറ്റിലേക്ക് നമ്മൾ യെല്ലോ മാജിക്കിൻ്റെ യെല്ലോ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ യെല്ലോ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് ഒക്കെ കൊടുക്കുന്ന ടൈമിൽ നമ്മൾക്ക് കൂടുതൽ ഡസ്റ്റ് ഇല്ലാതെ വൈറ്റ് ക്രീമിലാവുമ്പോൾ കുറേ ഡസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ യെല്ലോ കളർ ആദ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആ ഒരു ഗോൾഡൻ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം നമ്മൾ ലൈറ്റ് ഷെയ്ഡായിട്ട് യെല്ലോ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് മുന്നേ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ലെവൽ ചെയ്തിട്ട് ഞാൻ ഇത് തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്താണ് ഹെയർ ബ്രഷ് ചെയ്യാന്നുള്ളത് തീരുമാനിച്ചത്. അതുവരെ ഞാൻ ഹെയർ ബ്രഷ് എടുത്ത് നോക്കിയിട്ടില്ല കേട്ടോ. വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേന്നൊന്നും നോക്കിയിട്ടുണ്ടെന്നില്ല. അതിൻ്റെ അടുത്ത് നമുക്ക് വേറെ ഓർഡറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് സാവധാനം ചെയ്യാമല്ലോ എന്നുള്ളതിൽ പിറ്റേ ദിവസം കാലത്ത് ഒരു 10 മണി ആയപ്പോഴാണ് ഞാനിത് നമ്മൾ എയർ ബ്രഷ് എടുത്ത് വർക്ക് ചെയ്യിക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് പണി പാളിയ പോലെ തീരെ വർക്ക് വരുന്നില്ല. അതിൽ വെള്ളം ഒഴിച്ചിട്ട് ചെയ്ത് നോക്കുന്ന ടൈമിൽ വെള്ളം പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ ഗോൾഡൻ ഡസ്റ്റ് ഒരു ബോട്ടിൽ ഫുൾ എടുത്തിട്ട് റെഡിയാക്കി നോക്കിയിട്ടും ഒരു രക്ഷയില്ല, അത് വരുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ടെൻഷൻ ആവാതിരിക്കില്ലല്ലോ, നമ്മൾക്ക് അന്നത്തെ ദിവസം കേക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മൾ കേക്ക് ഇതാ ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഒരു സ്ക്രാപ്പർ ഡിസൈനാണ് കൊടുക്കുന്നത്, സൈഡിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു സ്ക്രാപ്പർ വാങ്ങിയത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലേക്കാണ് ഫസ്റ്റ് ടൈം എടുക്കുന്നത്. കാരണം അവർ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോയിൽ ഈ ഒരു സൈഡിൽ ഈ ഒരു സ്ക്രാപ്പറിൻ്റെ ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചെറിയ ഭാഗം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് ഞാനിതിൽ ഫസ്റ്റ് ചെയ്ത് നോക്കുന്നത്. പക്ഷേ എനിക്ക് അതാണ് ഇത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. നമ്മൾ ശരിക്കും ഒരു പാലറ്റ് നൈഫൊക്കെ വെച്ചിട്ട് ചെയ്ത ഒരു ലുക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും അത് കേക്ക് ഫിനിഷ് ചെയ്തുകൊണ്ട് വീണ്ടും ഒന്ന് അത് കളഞ്ഞ് വീണ്ടും ലെവൽ ചെയ്തെടുത്തിട്ടാ. എന്നിട്ട് വീണ്ടും ഞാൻ മറ്റേ സൈഡ് ഉണ്ടല്ലോ അതിൻ്റെ ആ വലിയ ഭാഗം, ആ ഭാഗം വെച്ചിട്ടാണ് പിന്നെ രണ്ടാമതൊന്ന് ലൈൻ കൊടുത്തത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ സൈഡ് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ ക്രീം കയറി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിറ്റത്തെ ദിവസം കാലത്താണ് എയർ ബ്രഷ് എടുത്ത് നോക്കുന്നത്. നോക്കുമ്പം ഒട്ടും വർക്ക് ചെയ്യണില്ല. ഞാൻ പറഞ്ഞില്ല, വെള്ളം അടിച്ചിട്ട് വരുമ്പോൾ വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഇതിൽ ഗോൾഡൻ ഡസ്റ്റും ഒന്നും ഇട്ടിട്ട് വർക്ക് ചെയ്തില്ല. അവസാനം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഓടുകട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രാവിലത്തെ ഒരു വെപ്രാളത്തിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കൂളായിട്ടാണ് കേക്ക് എടുത്തിട്ട് ഡസ്റ്റ് എടുത്തിട്ട് നോക്കുന്നത്. ഒരു ബോട്ടിൽ ഡസ്റ്റ് എടുത്തിട്ട് അതൊക്കെ നാശമായിട്ടോ. അതെന്താണെന്ന് വെച്ചാൽ തീരെ പുറത്തേക്ക് വരുന്നുണ്ടെന്നില്ല. ഇതാണ് എൻ്റെ എയർ ബ്രഷ്. ആ ബ്ലൂ വെച്ചിട്ട് തീരെ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളത് എനിക്കറിയാം. അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള ബേക്കേഴ്സിനെ ഞാൻ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു അവളുടെ കയ്യിലും എയർ ബ്രഷ് ഉണ്ട്, പക്ഷേ അത് കേട് വന്നിരിക്കുകയാണെന്നുള്ളത്.
അപ്പോൾ അതും ഇതുപോലത്തെ നോർമൽ എയർ ബ്രഷ് അല്ല കേട്ടോ, മാനുവൽ അല്ല, നമ്മൾ വില കൂടിയ ഒരു എയർ ബ്രഷ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതാണ്. അപ്പോൾ അവളും പറഞ്ഞു ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്തോ അതിൽ നിന്ന് ഇതുപോലെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇതൊരു കംപ്ലയിൻറ്റും ഉണ്ട്, എങ്കിൽ കൂടി ചിലവർ ഇവൾ പറഞ്ഞത് നല്ല യൂസ്ഫുള്ളാണ്, എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്, ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ഞാൻ പെട്ടെന്ന് ഓടിയത്. ഇപ്പോൾ ഇവളെ വീട്ടിലേക്ക് പോണ വഴി ഒത്തിരി 2 കിലോമീറ്റർ അപ്പുറമാണ് കേട്ടോ. പക്ഷേ ഞാൻ എളുപ്പവഴി കൂടെ പോയപ്പോൾ തന്നെ റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ ഇക്ക പറയുന്നുണ്ടായിരുന്നു അവിടെ റോഡ് മോശമാണ്, നീ അതിലൂടെ പോകണ്ടെന്നുള്ളത്. പക്ഷേ നമ്മൾ അതൊന്നും കേൾക്കണില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഗോൾഡൻ ടെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേക്കിൻ്റെ താഴെ നിങ്ങൾ കണ്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കേക്ക് അതിൽ നിന്ന് വിട്ടു പോരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും കട്ടയും കുണ്ടും കുഴിയൊക്കെ ഉള്ള ഒരു റോഡാണെന്നുള്ളത് ഞാൻ അറിയില്ല. ഒരു വഴി എന്ന് പറയുന്ന റോഡൊന്നല്ല, അതിലൂടെ പാടത്തു കൂടെ എളുപ്പവഴിയിലൂടെ എടുത്തതാണ്. അപ്പോൾ കേക്ക് അതിൽ നിന്ന് വിട്ടു പോരുന്ന ഒരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവൾ പറയുന്നുണ്ടായിരുന്നു നീ പോകുമ്പോൾ പതുക്കെ പോയിക്കോ, കേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്, അപ്പോൾ പതുക്കെ പോയിക്കോ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കേക്ക് ഇവളുടെ വീട്ടിലിട്ട് എടുത്ത് പോകുന്ന ടൈമിൽ, അങ്ങോട്ട് പോകുന്ന ടൈമിൽ എനിക്ക് അടുത്തൊരു ഓർഡർ വന്നിട്ട് നിൽക്കുന്നുണ്ട്. ആ ഓർഡർ അവർക്കും വൈകുന്നേരം കേക്ക് വേണം, ഒരു 4 മണിക്ക് കേക്ക് വേണം. അതിൻ്റെ കൂടെ തന്നെ അവർ പറയണത് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയുമ്പോൾ എനിക്ക് ആ ഫോട്ടോ അയച്ചു കൊടുക്കാനുള്ള ടൈമും ഇല്ല. ഞാൻ ഇപ്പോൾ വരാം, ഞാൻ ഒരു കേക്ക് ഡെലിവറി ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞിട്ട് ഓർഡർ കേട്ടോ. അപ്പോൾ വന്നിട്ട് ഞാൻ അയച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കട്ടാക്കും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടക്കാണ് ഈ ഒരു കേക്കായിട്ട് ഇങ്ങോട്ട് ഓടി വന്നത്. അപ്പോൾ ഇവളുടെ പേര് റുബീന എന്നാണ് കേട്ടോ. അപ്പോൾ ചെറുവല്ലൂരാണ് വീട്. അപ്പോൾ ബേക്കിങ്ങിൻ്റെ ഇതിൽ പരിചയപ്പെട്ടിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. അല്ലെങ്കിൽ ഇവളില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ കേക്ക് എന്ത് ചെയ്യുന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ പിന്നെയും പോയിട്ട് മാനുവൽ എയർ ബ്രഷ് വാങ്ങേണ്ടി വരും. നമ്മളെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഈ ഒരു കഷ്ടപ്പാടൊന്നും അറിയണ്ട, നമ്മൾക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ട് നമ്മൾ അതുപോലെ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ഈ ഒരു സംഭവം ഒന്നും അറിയില്ല കേട്ടോ, ഇതിൽ നിന്ന് വിട്ടു പോയതോ അല്ലെങ്കിൽ ഈ എയർ ബ്രഷ് എൻ്റെ കയ്യിൽ നിന്ന് വർക്ക് ചെയ്യാതായിട്ട് ആ ഒരു സംഭവങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടാൽ മാത്രം അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടുള്ളൂ. അതുവരെ ഈ കാര്യങ്ങളൊന്നും അവർക്ക് അറിയണില്ല. നമ്മളിപ്പോൾ എത്രത്തോളം ഒരു ഹാർഡ് വർക്ക് ഒരു കേക്കിൽ എടുക്കണമെന്നുണ്ട്. ഒരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് കസ്റ്റമറുടെ കയ്യിൽ സേഫായി എത്തിയാൽ മാത്രമേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓടി വരികയാണ് തിരിച്ചിങ്ങോട്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട് തിരിച്ച് നീ സാവധാനം പോട്ടാ. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് വന്നത് നോർമൽ നമ്മുടെ റോട്ടിലൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നപ്പം ഇതിൻ്റെ അവസ്ഥ വീണ്ടും ഇങ്ങനെയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും സ്പീഡിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ സ്പീഡ് കാരണം കേക്ക് ഒന്നും കൂടി ഇളകിയിട്ട് കേക്ക് ബോർഡിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച. കണ്ടപ്പോൾ ഞാൻ നേരെ എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു. ഞാൻ അപ്പോൾ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. തൊട്ടപ്പുറത്ത് കണ്ടില്ലേ, അതാണ് വൈകിട്ട് കൊടുക്കാനുള്ള കേക്ക്. വേഗം വന്നിട്ട് ആ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. അത് ബേക്ക് ചെയ്ത് വന്ന ശേഷമാണ് ഞാൻ അപ്പോഴേക്കും എന്താ പറയുക ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട്, പിന്നെ ഈ ഒരു കേക്ക് എനിക്ക് 3 മണിക്ക് കൊടുത്താൽ മതി കേട്ടോ. സമയമുണ്ട് എങ്കിൽ കൂടി നമ്മുടെ വീട്ടിലത്തെ ജോലിയും കൂടി കഴിയണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ക്രീമെല്ലാം ബീറ്റ് ചെയ്തെടുത്ത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഇത് ബോർഡിൽ നിന്ന് എടുത്ത് എന്തായാലും ബോർഡ് മാറ്റിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇത് ഇനി ആദ്യമേ വെച്ചിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഫിനിഷിങ് ചെയ്ത കേക്കാണ്. ഫിനിഷിങ് ചെയ്ത കേക്കിൽ വീണ്ടും നമ്മൾ ഒരു കളി കളിച്ചിട്ടും കാര്യമില്ല, ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇനി ബോർഡോടൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബീറ്റ് ചെയ്തിട്ട് വേറെ ക്രീം ബീറ്റ് ചെയ്തിട്ട് അതൊന്ന് അടിയിൽ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാനുള്ള കാരണം എനിക്ക് ഒരിക്കലും ഇത് ഫ്ലോപ്പായ വീഡിയോ ഇടണമെന്ന് യാതൊരു താല്പര്യവും ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം എല്ലാവരും ബേക്കേഴ്സിനും സംഭവിക്കുന്നതാണ്. ഓരോ സാഹചര്യത്തിലൂടെയാണല്ലോ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ടെൻഷൻ ആവാതിരിക്കുക. എന്നിട്ട് അത് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്തിട്ട് റെഡിയാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിതപ്പോൾ കേക്കിൽ നിന്ന് ബോർഡിൽ നിന്ന് മാറ്റി മറ്റേ പുതിയൊരു ബോർഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ക്രീം ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തുള്ള തമ്പനെയിൽ വരെ വേറെയാണ് കേട്ടോ. ഇതൊന്നല്ല, ഞാൻ വേറൊരു പിന്നെ ഡെക്കറേഷൻ വീഡിയോ എന്നുള്ളതിൽ ഇടാമെന്ന് കരുതിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ ഇങ്ങനെയും കൂടെ സംഭവിച്ചപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഒരു കേക്കായിട്ട് നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഇതുപോലത്തെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മളെ കസ്റ്റമറിന് അറിയണ്ടല്ലേ. കസ്റ്റമർ ഒരു കേക്ക് ഓർഡർ തരുന്നു, അതിന് ഇത്ര റേറ്റ്, അതിൻ്റെ റേറ്റ് കൂടി പോയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോഴൊക്കെ നമ്മൾക്ക് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാനുണ്ടാവും അവരെ. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ വർക്കും നമ്മൾ ഏറ്റെടുക്കുന്നത്. അത് നമ്മളെ പാഷൻ ആയതുകൊണ്ടാണ്. അല്ലാണ്ട് ഒരുപാട് ക്യാഷ് കിട്ടും എന്നുള്ള മാത്രമുള്ള ചിന്തയിലൊന്നും ചെയ്യണ ഒരു വർക്കൊന്നും അല്ല ഇത്. ഇപ്പോൾ ഞാൻ താഴെ ക്രീം ഒരു ലെയർ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മളെ ചെറിയ പാരറ്റ് നൈഫ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇനി ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇനി മറ്റേ നമ്മളെ സ്ക്രൈപ്പർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും അതിൻ്റെ മുകളിലൊക്കെ കേക്ക് ഫിനിഷിങ് ആയിട്ടുള്ള അവിടെ തട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് നാശമാവാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ താഴ്ഭാഗം മാത്രം ഒന്ന് ലെവൽ ചെയ്ത് എടുക്കണുള്ളൂ കേട്ടോ, ഈ ഒരു ഇത് വെച്ചിട്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി ആ ഒരു ക്രീം അതിന്മേൽ സെറ്റായിട്ട് വരുമ്പോൾ മുകൾ വശം ഒരു ലൈനായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഞാനിങ്ങനെ സ്പാച്ചിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അതിൻ്റെ ഒരു ഇത് കളയായിരുന്നു കേട്ടോ. ഒരു ലൈന് ഉള്ളത് ഫുള്ളായിട്ട് ഇങ്ങനെ കളഞ്ഞെടുക്കുമായിരുന്നു.
ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും തലവേദന നന്നായിട്ട് എടുക്കണം കേട്ടോ. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് പച്ച വെള്ളം കുടിച്ചിട്ടുള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നേരെ ഈ ഒരു കേക്ക് മിൽക്കാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മളെ എയർ ബ്രഷ് വർക്ക് ചെയ്യാത്തത് ഇവരറിഞ്ഞതും ആ കേക്കിനെ എടുത്തിട്ട് വേഗം മോളെയും വിളിച്ചും കൊണ്ട് ഓടിയായിരുന്നു കേട്ടോ, കേക്കും കൊണ്ട് ജീവനും കൊണ്ട് ഓടിയെന്ന് വേണം പറയാനായിട്ട്. പിന്നെ നേരെ വീട്ടിലെത്തിയപ്പോഴും ഫുഡ് കഴിക്കാനുള്ളൊരു സമയമില്ല, കാരണം അടുത്ത കേക്കിനെ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. പിന്നെ ചോറുണ്ടാക്കാനായിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു കേക്കിനെ എടുത്തിട്ട് ലെവലാക്കാനായിട്ട് നിന്നു. പിന്നെ മറ്റേ കേക്ക് ഐസിങ് ചെയ്ത് കൊടുക്കണം. രണ്ടും ഇതൊരു 3 മണിക്കും അതൊരു 4 മണിക്കും, രണ്ടും 4 മണിക്കാണ് കേട്ടോ വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയ ഒരു ലാഭം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു. നമുക്ക് ഇത്തിരി ടൈമും കൂടി ഇല്ലാതെ പെട്ടെന്ന് ഒരു 10 മണിക്കൊക്കെ കൊടുക്കേണ്ട കേക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ട് പോയേനെ. പിന്നെ ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, നമുക്ക് അത്രയും ദൂരം പോയിട്ട് അത് ലെവൽ ചെയ്ത് കൊടുക്കണമല്ലോ. പിന്നെ എൻ്റെ എയർ ബ്രഷിനെ ഞാൻ അവളെ വീട്ടിലിട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട, എന്തിനത് നാശമായത് കൊണ്ടുപോയിട്ട് നീ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്ക് പറഞ്ഞിട്ട്. അപ്പോൾ അവളുടെ മോനത് ഫുള്ളായിട്ട് അഴിച്ചു, അതിൻ്റെ പമ്പൊക്കെ ഉള്ളിലത്തെ പമ്പൊക്കെ ഊരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി അത് ഒന്നും കൂടി കൊണ്ടുവന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഒന്നും കൂടെ, എങ്കിലേ അത് വർക്ക് ചെയ്തോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. ഇനി പുതുതായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.